രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്ന ശബ്ദ സന്ദേശം ആണ് പുറത്തുവന്നിട്ടുള്ളത്. ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാൻ ആണ് എന്നും ഇനിയും കൂടുതൽ പരാതികൾ വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശത്തിലൂടെ തനിക്ക് നേരിട്ട ദുരനുഭവം വ്യക്തമാക്കുന്നത് എന്നുമാണ് ഇതിൽ അതിജീവിത പറയുന്നത്. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ ആണ് ഫെനി പുറത്തുവിട്ടിട്ടുള്ളത്. 2024 ജൂലൈയിൽ പരിചയപ്പെട്ട ഫെനിയുമായി 2025 നവംബർ വരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിന്റെ ഫലമായി 2024 മെയ് മാസത്തിലാണ് മിസ്കാരേജ് സംഭവിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അല്ലാതെ വീണ്ടും ശാരീരിക ബന്ധത്തിന് അല്ല. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാകുമായിരുന്നില്ല. ഇതൊന്നും കണ്ടു പേടിക്കില്ല എന്നും സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് പരാതി നൽകിയതെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ അതിജീവിത വ്യക്തമാക്കുകയാണ്. രാഹുല് എനിക്കിത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആള് ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല. എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. അപ്പോൾ രാഹുലിൻ്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുകയും കൂടെ ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നത് എന്റെ കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മൂന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വീണ്ടും ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ പിന്നെ പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും രാഹുൽ ഭീഷണി രാഹുലിൻ്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഒരു ഭീഷണി കൂടെ ആയി കഴിയുമ്പോൾ അത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ
ഒരു ഐഡിയയും കിട്ടാതെ തലയെ വാലുമില്ലാതെ ഫെരീനയെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഇത്ര വ്യക്തി ചെയ്യപ്പെടും, സംശയം ഉണ്ടാകും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുക. യെസ്, ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അതിജീവിതയുടെ ഓഡിയോ സന്ദേശം എന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഫെനി കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ അതിജീവിതയുടെ ഒരു സ്ക്രീൻഷോട്ട്, അതായത് ഫോണിലെ സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങൾ അടക്കം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. അത് വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത് തലയും വാലുമില്ലാത്ത ഭാഗങ്ങൾ ആണ് എഡിറ്റ് ചെയ്തത് എന്ന തരത്തിൽ ആണ് ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത്, അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പൂർണ്ണരൂപം എന്തായിരുന്നു എന്നതുകൂടിയാണ് അതിജീവിത ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം, പ്രത്യേകിച്ച് അതിജീവിത പറയുന്നത് തന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയും അതല്ല എങ്കിൽ ഇനിയും കൂടുതൽ പരാതികൾ വരാൻ പാടില്ല, അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇത്തരം പരാതികളുടെ സാധ്യതകൾ നമുക്കറിയാമല്ലോ. ഇനിയും ഇത്തരത്തിൽ അതിജീവിതമാർ ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു തരം സൈബർ ആക്രമണം, ആ നിലയിൽ തന്നെയാണല്ലോ ഇത്തരം സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തുവിടുമ്പോൾ അതിനെ വിലയിരുത്തേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ആദ്യം മുതലുള്ള ഒരു രീതി അത് തന്നെയാണ്. അതിജീവിതമാരെ അല്ലെങ്കിൽ രാഹുലിനെതിരെ പരാതി പറയുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി, ആ പെൺകുട്ടികളുടെ ഐഡൻറ്റിറ്റി പുറത്താക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ തന്നെയാണ് ആ ഒരു ശൈലി തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലും അയാളെ അനുകൂലിക്കുന്ന സൈബർ സംഘങ്ങളും അതുപോലെ തന്നെ അയാളുടെ അനുയായികളും ഒക്കെ തുടരുന്ന രീതി. അതുതന്നെ ഇവിടെ മൂന്നാമത്തെ കേസിലെ അതിജീവിതയ്ക്കും സംഭവിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെനി നൈനാൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് തീർത്തും ഫേസ്ബുക്ക് പോസ്റ്റും തീർത്തും നിർദോഷമെന്ന് പറയാൻ കഴിയില്ല. വളരെ കൃത്യമായി ഇരയുടെ ഐഡൻറ്റിറ്റി പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ, അവരെ ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു തന്നെയാണ്. അവരെ മാത്രമല്ല, ഒരുപക്ഷെ ഈ അതിജീവിതം പറയുന്നത് പോലെ ഇനി ആരെങ്കിലും പരാതിയുമായി വരാൻ തയ്യാറുണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നതിൽ പോലും അവരെ അവിടെ വിലക്കുക. പുറത്തു വന്നാൽ, പരാതിയുമായി വന്നാൽ, രാഹുലിനെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്, നിങ്ങളുടെ പശ്ചാത്തലം എന്താണ്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്നതൊക്കെ വളരെ കൃത്യമായി പുറത്ത് പറയും എന്നൊരു ഭീഷണി തന്നെയാണ് ഈ നീക്കത്തിലുമുള്ളത്. ആദ്യ കേസ് മുതൽ നമ്മളത് കണ്ടതാണ്. ഇവിടെ പക്ഷേ വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് താൻ പലപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പരാതികൾ ഇരകളോട് ചോദിക്കുന്നത്, ബലാത്സംഗം ചെയ്യുന്നു പറയുന്നു, അതിനുശേഷം വീണ്ടും എന്തുകൊണ്ട് അയാളുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഈ പെൺകുട്ടിയുടെ മൊഴിയത്തിന് അവിടെ വ്യക്തമായി അവർ പറഞ്ഞതാണ്, രാഹുൽ പലപ്പോഴും ഈ പിടക്കത്തിന് ശേഷവും വീണ്ടും സംസാരിക്കുമ്പോൾ ഒരു ഉറപ്പ് നൽകുമായിരുന്നു, വിവാഹം കഴിക്കാമെന്നൊരു ഉറപ്പ് നൽകുമായിരുന്നു. ആ ഉറപ്പ് വിശ്വസിച്ചാണ് അതിലേക്ക് വീണ്ടും അടുപ്പത്തിലേക്ക് പോയത്. എന്നാൽ പിന്നീടും ചതി തന്നെയാണ് ഉണ്ടായത്. എന്തിന് രാഹുലിനെ അടച്ചിട്ട മുറിയിൽ, ഫെനി നൈനാൻ്റെ ഒരു പരിഹാസരൂപേണ ഒരു പരാമർശം 3 മണിക്കൂർ ബലാത്സംഗം ചെയ്തു എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. എന്നാൽ പിന്നീട് പാലക്കാട്ടെ ഫ്ലാറ്റിൽ വെച്ച് 3 മണിക്കൂർ എങ്കിലും വേണം രാഹുലുമായി സംസാരിക്കാനെന്നും പറയുന്നു. അത് തീർത്തും ഒരു യഥാർത്ഥം തോന്നിക്കാൻ തരത്തിലുള്ള ഒരു പരാമർശമാണ് അവിടെ നടത്തിയത്. പക്ഷേ പെൺകുട്ടി വളരെ കൃത്യമായി അതിനും മറുപടി പറയുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ അടച്ചിട്ട മുറിയിൽ എന്ന് പറഞ്ഞു. കാരണം രാഹുൽ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അങ്ങനെ സംസാരിച്ചാൽ പോരാ, ഓഫീസിലേക്ക് വരാൻ പറയുന്നു. പിന്നീട് ഒരു ദിവസം പാലക്കാട് മുന്നറിയിപ്പിലെത്തുമ്പോൾ എല്ലായിടത്തും അവരെ ചുറ്റിക്കുന്നു, വട്ടം ചുറ്റിക്കുന്നു. അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞത്, അടച്ചിട്ട മുറിയിൽ തന്നെ സംസാരിക്കണം, കാര്യങ്ങൾ വിശദമായി സംസാരിക്കണം. അടച്ചിട്ട മുറിയിൽ ചെല്ലാൻ പറയുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാൾ ഉണ്ടാകും, രാഹുലിൻ്റെ കൂടെയും ആരെങ്കിലും വരണം. അത് രാഹുലിൻ്റെ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ ഫെനി നൈനാനെങ്കിലും വരണം. ഫെനി വരുന്നതാണ് തനിക്ക് കംഫർട്ടബിൾ എന്നാണ് പെൺകുട്ടി പറയുന്നത്. കാരണം 2024 ജൂലൈ മുതൽ ഫെനിയെ പരിചയമുണ്ട്. നവംബർ വരെ, കഴിഞ്ഞ വർഷം നവംബർ വരെ അടുത്ത സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫെനിയോടുകൂടി വരാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഉദ്ദേശത്തോടും കൂടിയുള്ള കൂടിക്കാഴ്ചക്കല്ല രാഹുലിനെ ക്ഷണിച്ചത്. അയാൾ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. അയാളുടെ ഒരു വല്ലാത്തൊരു മാനസികമായ അടുപ്പം, ഒരു ഇമോഷണൽ ബോണ്ടിങ് അയാളുമായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന ബോണ്ട് രാഹുലിനോട് ഉണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ആരോടും ഈ കാര്യങ്ങളൊന്നും, രാഹുലിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് ഫെനി പറയാറുണ്ടായിരുന്നു. ആ ട്രോമ ബോണ്ടിൽ കഴിഞ്ഞ് തന്നെ ഫെനി മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്നാണ് പെൺകുട്ടി ഇപ്പോൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.